അല്ല ഒരു കാര്യം ചോദിച്ചിട്ട് ഈ അണ്ണ ഈ വയസ്സാകാലത്ത് എന്തിനേക്ക് കളിക്കാൻ ഉടനെ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ഒന്നും ഇല്ലേ? വീട്ടിലിരിക്കാനൊക്കെ ഭയങ്കര മടുപ്പാടാ. അവളെയും കുട്ടികളൊക്കെ കളിപ്പിച്ച് മടുത്ത് ഞാൻ. ഈ ഒരു മാസം ഞാൻ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ. ബാക്കിയുള്ള 11 മാസം വീട്ടിലല്ലേ. പിന്നൊരു കാര്യം, എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമുള്ള സിനിമയിൽ അഭിനയിക്കണം. അതോ നടന്നില്ല. ഇവിടെ ആകുമ്പോൾ നമ്മൾ പിള്ളേരങ്ങ് മാസ് BGM ഇട്ടിലങ്ങ് കയറ്റിക്കോളും. അപ്പോൾ ഒരാശ്വാസം. ഒപ്പ്. അയ്യോ ജഡേജ പോയി. പോട്ടെ അണ്ണൻ വരില്ല. അണ്ണ കാണാൻ നമ്മൾ വന്നേ. കളി നോക്കാൻ പോവാടാ. കളി ആര് കാണാൻ വരടാ? നമ്മൾ തലയിൽ കാണാൻ വന്നല്ല. തലയിൽ വരച്ചിട്ടുണ്ടോ? അല്ലാ ഇവൻ ഔട്ടായ അടച്ച റബ്ബേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ ശിവൻകുട്ടി ഇങ്ങോട്ടാ. തലേനെ വിളിച്ചു മക്കള് കളി. നീ ഇറങ്ങ്. ഓ സമാധാനം തന്നെ. പടച്ചൻ ഇവരെന്താ വിക്കറ്റ് എറിഞ്ഞ് കളിക്കുന്ന? ഇനിയിപ്പോ ആരെ ഇറക്കല് ഞാൻ? മോനെ ചെടു കൂടാ. നീ ഇറങ്ങിപ്പോ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് കളി പൊട്ടിയാലും പ്രശ്നമില്ല. നീ അവിടെ നിന്ന് സിംഗിൾ അടിച്ച് നിന്നോളൂ. ഞാൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുത്തരുത്. ഓക്കെ പോയിട്ട് ജഡേജല് എന്തിനു ഇറങ്ങിയത് വലിയ കാര്യത്തിൽ പറ്റി. എനിക്കല്ല വീട്ടിലിരുന്നാ പോരെ. പടച്ചൻ ഇനിയിപ്പോ ഞാൻ ഇറങ്ങേണ്ടി വരുമോ? ആ മോനെ അച്ഛനെ കൂടാടാ. എന്തേ മോനെ ഇറങ്ങി. എങ്ങനത്തെ കളി വേണ്ട. 30 കളി 100 ഉള്ളപ്പോൾ ഞാനും തേനെ തിരിച്ച് 100 30 ആയിരുന്നെങ്കിൽ അണ്ണന് മാസം BGM ഇട്ട് പോലും സണ്ണം കളിക്കാൻ പോയി. ഒന്നും മനസ്സിലാക്കും. നടുവേദന, പല്ല് വേദന, തലവേദന. ഈ വേദന വെച്ചാൽ എന്തിനാ ഈ കാച്ചാൻ വരും? വീട്ടിൽ ഇങ്ങനെ ഇരുന്നാ പോരെ. കളി കൂപ്പ് ഇത് ഊക്ക് മൊത്തം എനിക്ക് കിട്ടും. 20 ബോളിൽ 10 റൺസാ. ഞാൻ ഇറങ്ങിക്കോളും. നിങ്ങൾ 7ാമത്തെ 8ാമത്തിൽ ഇറങ്ങുന്നത്. ഈ കളിക്ക് മാത്രം പ്രത്യേകത തല ഇരിക്കുമ്പോ വാലാടന്ന ഓർഡറാന്ന BGM. நீ பொட்டு வச்ச தங்க கொடம் ஊருக்கு நீ மகுடம். എന്താ നീ കാണിക്കണേ? അണ്ണന് മാസ് തല കളിയാക്കണോ നീ?